ഹായ്. അപ്പോൾ ഇന്ന് രാവിലെ കടിയൊക്കെ ഉള്ളിയും തക്കാളിയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ 2 ഉള്ളിയും 2 തക്കാളിയും എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അധികം വാടേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. പിന്നെ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇട്ടുകൊണ്ട് ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പം ഇത് ചപ്പാത്തിക്കും പിന്നെ നമ്മളെ സ്വന്തം ദേശീയ അപ്പായ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു ചമ്മന്തി. ദോശ അതേപോലെ ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. നമുക്ക് രാവിലത്തെ തിരക്കിൻ്റെ ഇടയിലൊക്കെ അപ്പത്തേക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടത്. അപ്പം ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി വെക്കട്ടെ. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, നല്ലൊന്ന് വാട്ടിയെടുക്കൊന്നും വേണ്ട. അപ്പോൾ അത് ഇവിടെ വാടാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദോശക്കുള്ള മാവ് കലക്കി വെക്കാം. അപ്പോൾ മാവ് ഇവിടെ അരിപ്പൊടി ഇട്ടുണ്ട്. ഞങ്ങളവിടെ ഈ ദോശ ചുടയിൽ അരിപ്പൊടി നല്ല കൈ കൊണ്ട് നല്ല ഇങ്ങനെ കുഴച്ചിട്ട് പിന്നെ ലൂസാക്കി എടുക്കലാണ്. അപ്പോൾ മാവ് അവിടെ റെഡിയാക്കിയിട്ട് അപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് പരത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇത് അപ്പോൾ ഒരു പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സുർക്ക ഒഴിച്ചെടുക്കട്ടെ, ഓപ്ഷനിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് സുർക്ക ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ചമ്മന്തി നമ്മൾ കടയിൽ നിന്നൊക്കെ നമ്മൾ എന്താ പറയുക, മുളക് ബജ്ജി കായ ബജ്ജിയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ, അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക്. അപ്പോൾ അതാ ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ദേശീയ അപ്പം ദോശ. ഞങ്ങളവിടെ അധികം എല്ലാവർക്കും ഇഷ്ടം ഈ ഒരു ദോശയാണ്. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ മാങ്ങ അച്ചാറിടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയനക്ക് മാങ്ങച്ചാറ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവനക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനത് മാങ്ങയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്ന് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആയിട്ട് ഇന്ന് അച്ചാറിടണം. അപ്പം അവനക്ക് നാളെ എൻ്റെ മൂത്താപ്പാൻ്റെ മോന് അവൻ്റെ അടുത്തേക്ക് പോകണത്. അപ്പോൾ അവൻ്റെ അടുത്ത് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ബായ്.